നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിന്റെയും ട്രൂത്ത് ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വി ക്യാൻ അനലൈസ് ദാറ്റ് ബോത്ത് ഓഫ് ദം ആർ ഇക്വലന്റ്. ബോത്ത് ഓഫ് ദം ആർ ഇക്വലന്റ്. രണ്ടുപേരും ഒന്ന് തന്നെയാണ്. രണ്ടുപേരും വെവ്വേറെ കാര്യങ്ങളല്ല. രണ്ടുപേരും വെവ്വേറെ കാര്യങ്ങളല്ല. നോക്കിക്കോളൂ. പി ഇംപ്ലൈ ക്യൂ ഓർ ആർ. പി ക്യൂ അല്ലെങ്കിൽ ആറിനെ ഇംപ്ലൈ ചെയ്യണം. പി എന്ന് പറയുന്നത് ക്യൂ അല്ലെങ്കിൽ ആറിനെ ഇംപ്ലൈ ചെയ്യണം എന്ന് പറയുന്നതും പി സംഭവിക്കുന്നു, ക്യൂ സംഭവിക്കുന്നില്ല. പി സംഭവിക്കുന്നു, ക്യൂ സംഭവിക്കുന്നില്ല. അതാണ് പി ആൻഡ് നെഗേഷൻ ക്യൂ. അങ്ങനെ നടന്നാൽ ആർ സംഭവിച്ചിരിക്കും എന്ന് പറയുന്നതും സെയിം കാര്യമാണ്. സെയിം കാര്യമാണ്. അപ്പൊ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കടക്കാം. ശരി, അപ്പൊ പ്രൂഫിലേക്കാണ് ഞാൻ കിടക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് 2x is equal to x square. 2x is equal to x square. P is the given statement. P is the given statement, that is 2x is equal to x square. If x is equal to 0, we are done. We are done. അതായത് നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? നമ്മളോട് പറഞ്ഞേക്കുന്നത് റിയൽ നമ്പറിന്റെ അതിനോട് തന്നെയുള്ള സമ്മ അതിന്റെ സ്ക്വയറിന് ഈക്വൽ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ആ എക്സ് 0 ആകും, അല്ലെങ്കിൽ ആ എക്സ് 2 ആകും. ഇപ്പൊ ആ എക്സ് 0 ആണെന്നങ്ങ് വിചാരിക്കുക. ആ എക്സ് 0 ആണെന്നങ്ങ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? നമുക്കിനി പ്രൂവ് ചെയ്യാനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിനി പ്രൂവ് ചെയ്യാനൊന്നുമില്ല. കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഒന്നുകിൽ അയാൾ 0 എന്നോ അല്ലെങ്കിൽ അയാൾ 2 എന്നോ. ഇവിടെ അത് 0 ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പ്രൂവ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. 0 ആയല്ലോ. അപ്പൊ പിന്നെ തിരിഞ്ഞു നോക്കണ്ട. പ്രൂഫ് കഴിഞ്ഞു. ഇനി അങ്ങനെയല്ല, 0 അല്ല എന്ന് വിചാരിക്കുക. ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, നമുക്ക് തന്നിട്ടുള്ളത് 2x is equal to x square. രണ്ട് സൈഡും 1/x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സംഭവം എക്സ് 0 അല്ലാത്തത് കൊണ്ടാണ് 1/x നിലനിൽക്കുന്നത് പോലും. എക്സ് 0 ആണെങ്കിൽ 1/x എന്ന് പറയുന്ന ഒരാളില്ല. അത് ഓർക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് വെട്ടിപ്പോവും. ബാക്കി 2 ഈക്വൽ ടു ഇവിടെ എക്സ് എന്ന് കിട്ടും. കൺക്ലൂഷൻ കിട്ടി. കണ്ടല്ലോ. അപ്പൊ ഞാൻ ആ പ്രൂഫ് ഒന്നുകൂടെ പറയാം. പി ഇംപ്ലൈ ക്യൂ ഓർ ആർ എന്നുള്ളതാണ് കാര്യം. അവിടെ ഞാൻ ആദ്യം എടുത്ത് അത് ക്യൂ ആണെന്നങ്ങ് വിചാരിച്ചു. ക്യൂ സംഭവിച്ചെന്നങ്ങ് വിചാരിച്ചോ. എനിക്ക് അവിടെ പ്രൂവ് ചെയ്യാൻ ഒന്നുമില്ല. ക്യൂ സംഭവിച്ചല്ലോ. ക്യൂ അല്ലെങ്കിൽ ആർ സംഭവിക്കണം. ക്യൂവും ആറും സംഭവിച്ചേ കഴിയൂ എന്നല്ല പറഞ്ഞത്. ദാറ്റ് ഇസ് നോട്ട് ആൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ്. ദിസ് ഇസ് ആൻ ഓർ സ്റ്റേറ്റ്മെന്റ്. പി അല്ലെങ്കിൽ ക്യൂ അല്ലെങ്കിൽ ആർ സംഭവിക്കണമെന്നാണ്. ക്യൂ സംഭവിച്ചല്ലോ, പ്രൂഫ് ഓവറായി. ക്യൂ സംഭവിക്കും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രൂഫ് കഴിഞ്ഞു. ഇനി അവിടെ ഒന്നും പ്രൂവ് ചെയ്യാനില്ല. പക്ഷെ അങ്ങനെയല്ല, ക്യൂ സംഭവിച്ചില്ല. അതാണ് ക്യൂ സംഭവിച്ചില്ല എന്ന് പറയുന്നതാണ് പി ആൻഡ് നെഗേഷൻ ക്യൂ. പി സംഭവിച്ചു കഴിഞ്ഞു. പി ആണ് ഇവിടെ ഇരിക്കുന്നത്. ആൻഡ് ക്യൂ സംഭവിച്ചില്ല. എക്സ് നോട്ട് ഈക്വൽ ടു 0. അതാണ് നെഗേഷൻ ക്യൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടാസ്ക് വളരെ സിമ്പിൾ ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആർ സംഭവിക്കുന്നു എന്നാണ്. ക്യൂ അല്ലെങ്കിൽ ആർ സംഭവിക്കണമെന്നാണല്ലോ. ക്യൂ സംഭവിച്ചില്ലെങ്കിൽ ആർ സംഭവിക്കുമെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് ഞാനിവിടെ പ്രൂവ് ചെയ്തത്. എക്സ് ഈക്വൽ ടു 2. ഹെൻസ് നമ്മുടെ പ്രൂഫ് കഴിഞ്ഞു. ഇതാണ് നമ്മൾ എഴുതുന്നത്. ഇതെന്ന് വെച്ചാൽ പി ഇംപ്ലൈ ഡിസ്ജങ്ഷൻ. Then you have to assume P and prove if Q happens, we are done. And if Q not happens, then R happens. Then we have to prove that R happens. Okay. അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ whatever it is the statement. അപ്പൊ നമ്മുടെ സോൾവ്ഡ് പ്രൂഫുകളെല്ലാം കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ സോൾവ്ഡ് പ്രൂഫുകൾ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഇനി അൺസോൾവ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നമുക്കിനി പ്രൂവ് ചെയ്യാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ് അവർ തന്നിട്ടുള്ളത്. എക്സസൈസിലും കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. നമുക്കത് സോൾവ് ചെയ്യാം.
First question, for every epsilon greater than 0, for every epsilon greater than 0, there exists delta greater than 0 such that 2 minus delta less than x less than 2 plus delta will implies that 11 minus epsilon less than 3x plus 5 less than 11 plus epsilon. Okay. ഇതുപോലെ സിമിലർ ആയിട്ട് ഒരാളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചെയ്തിരുന്നു. ശരി, അപ്പൊ ഞാൻ ഇവിടെ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? ഇവിടെ കാര്യം പറയുന്നത് ശ്രദ്ധിക്കുക. ഇത് ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും നമുക്കൊരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് ആദ്യത്തെ കാര്യം 2 മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 പ്ലസ് ഡെൽറ്റ സംഭവിച്ചാൽ രണ്ടാമത്തെ കാര്യം സംഭവിച്ചിരിക്കും. ശരി, അപ്പൊ ഞാൻ തുടങ്ങേണ്ട രീതി എന്താണ്? ദേവിയേക്ക് പറയാമോ ഞാൻ തുടങ്ങേണ്ട രീതി എന്താണെന്ന്? കഴിഞ്ഞ ക്ലാസ്സിൽ സിമിലർ ആയിട്ട് ഒരാളെ ചെയ്തിരുന്നു. ദേവിക കേൾക്കുന്നുണ്ടോ? ഞാനിത് എങ്ങനെ തുടങ്ങണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? എനിക്കൊന്നും കേട്ടൂടാ, ഒന്നും പറയുന്നില്ല. അറിയത്തില്ലേ? ആര്യ? Epsilon greater than 0. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആർബിട്രറി. അതാണ് കാര്യം. അതായത് നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ ചെയ്യേണ്ടത് എല്ലാ എപ്സിലൺ, ഞാൻ പറഞ്ഞു മെജീഷ്യൻസ് ട്രിക്ക്, നമ്മളിത് എല്ലാ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0യ്ക്കും പ്രൂവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നൊന്നും കാര്യം കഴിയില്ല. സോ ലെറ്റ് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ബി ആർബിട്രറി. അങ്ങനെ നമ്മളൊരു ആർബിട്രറി ചോയ്സ് നടത്തി. ഇനി നമ്മുടെ ജോലി നമുക്ക് ഈ ഗുണഗണങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡെൽറ്റ കണ്ടുപിടിക്കണം. സച്ച് ദാറ്റ് ഇത് നടന്നാൽ ഇത് നടക്കണം, ഇത് നടക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഡെൽറ്റ കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിൽ ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 കിട്ടി, നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ഡെൽറ്റ കണ്ടുപിടിക്കണം. ഇനി പ്രൂഫിന്റെ ഭാഗമല്ലാത്ത ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നമ്മൾ ഡെൽറ്റയിലേക്ക് എത്തണമെന്ന് ഞാൻ പറഞ്ഞു. പ്രൂഫിന്റെ ഭാഗമല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിത് സൈഡിലേക്കാണ് മാറ്റുന്നത്. 11 മൈനസ് എപ്സിലൺ ലെസ് ദാൻ 3x പ്ലസ് 5 ലെസ് ദാൻ 11 പ്ലസ് എപ്സിലൺ. ഇവിടെ രണ്ട് സ്ഥലത്തും 5 കൊണ്ട് ഞാൻ മൈനസ് ചെയ്തു. 11 മൈനസ് 5 6 മൈനസ് എപ്സിലൺ. 3x പ്ലസ് 5 മൈനസ് 5 3x ലെസ് ദാൻ 11 മൈനസ് 5 6 പ്ലസ് എപ്സിലൺ. മൊത്തം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 6/3 2 എപ്സിലൺ ബൈ 3 ലെസ് ദാൻ 3x ബൈ 3x ലെസ് ദാൻ 6/3 2 പ്ലസ് എപ്സിലൺ ബൈ 3. കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ നേരത്തെ നമുക്ക് തന്നിട്ടുള്ള ആളുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റയുടെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് എപ്സിലൺ ബൈ 3 ആണ്. സോ ഐ വിൽ ബി ടേക്കിംഗ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു എപ്സിലൺ ബൈ 3. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എപ്സിലൺ പോസിറ്റീവ് ആണെന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും അത് പോസിറ്റീവ് തന്നെയാണ്. അതായത് നിങ്ങൾ എടുത്ത ഡെൽറ്റ പോസിറ്റീവ് തന്നെയാണ്. സോ വി വിൽ ബി ടേക്കിംഗ് ഡെൽറ്റ ആസ്
delta equal to epsilon by 3. Delta is equal to epsilon by 3, and we will be assuming 2 minus delta is less than x less than 2 plus delta. Now, നമുക്ക് ഇവിടെ കൊണ്ടെത്തിക്കണം, ഫൈനൽ ആൻസറിൽ കൊണ്ടെത്തിക്കണം. ഒരു ബുദ്ധിമുട്ടുമില്ല, കാരണം നമ്മൾ ഫൈനൽ ആൻസറിൽ നിന്ന് ഇവിടെ വരെ എത്തിച്ചതാണ്. തിരിച്ച് അതേപോലെ പോയാൽ മതി. ഡെൽറ്റയുടെ വാല്യൂ എപ്സിലോൺ ബൈ 3 ആയതുകൊണ്ട് 2 മൈനസ് ഡെൽറ്റ ബൈ 3 ലെസ് ദാൻ എക്സ്, സോറി ഡെൽറ്റ ബൈ 3 അല്ല, എപ്സിലോൺ ബൈ 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 പ്ലസ് എപ്സിലോൺ ബൈ 3. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 6 മൈനസ് എപ്സിലോൺ ഇസ് ലെസ് ദാൻ 3x ലെസ് ദാൻ 6 പ്ലസ് എപ്സിലോൺ. 5 കൊണ്ട് കൂട്ടുന്നു. 6 പ്ലസ് 5 11 മൈനസ് എപ്സിലോൺ ലെസ് ദാൻ 3x പ്ലസ് 5 ലെസ് ദാൻ 11 പ്ലസ് എപ്സിലോൺ. 11 പ്ലസ് എപ്സിലോൺ കഴിയും. ഡൺ. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. വെരി സിമ്പിൾ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ പോയിരിക്കുന്നത്. ഒരല്പം പോലും മാറ്റം ഇവിടെ സംഭവിച്ചിട്ടില്ല. ഒരല്പം പോലും മാറ്റം ഇവിടെ സംഭവിച്ചില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണോ അത് തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഡൺ. നൗ നെക്സ്റ്റ് പ്രൂഫ്. വീണ്ടും ഞാൻ അതേപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ എഴുതുകയാണ്. ഫോർ എ വെരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0. സിമ്പൽ എഴുതുന്നു, കാരണം നമ്മൾ സിമ്പലൊക്കെ പഠിച്ചതാണല്ലോ. ടെക്സ്റ്റിൽ സിമ്പൽ ആയിരിക്കില്ല. ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 such that 1 minus delta less than x less than 1 plus delta will imply that 2 minus epsilon less than 7 minus 5x less than 2 plus epsilon. 2 plus epsilon. ഇതാണ് കാര്യം. ഇതിലൊരു ചെറിയ വ്യത്യാസം വരും, ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വേറെ കാര്യമൊന്നുമില്ല, പക്ഷെ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോ ആസ് യൂഷ്വൽ ഐ വിൽ ബി ടേക്കിംഗ് epsilon greater than 0 as arbitrary. ഇനി എനിക്കൊരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കണ്ടുപിടിക്കണം. ഔട്ട്സൈഡ് ദ പ്രൂഫ് പോകണം. പ്രൂഫ് പോയി അതാ ഇവിടെ 2 മൈനസ് എപ്സിലോൺ ലെസ് ദാൻ 7 മൈനസ് 5x ലെസ് ദാൻ 2 പ്ലസ് എപ്സിലോൺ. ഇതാണ് എനിക്ക് കൊണ്ടെത്തിക്കാനുള്ളത്. ഞാൻ രണ്ട് സൈഡും 7 കൊണ്ട് മൈനസ് ചെയ്യും. 2 മൈനസ് 7 മൈനസ് 5 ആണ്. ഇവിടെ 7 കുറയ്ക്കുമ്പോ മൈനസ് 5x. 2 മൈനസ് 7 മൈനസ് 5. ഇനി മൈനസ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കുക, മൈനസ് നെഗറ്റീവ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താകും? ഇന്നീക്വാളിറ്റി ചേഞ്ച് ആവും, ഇന്നീക്വാളിറ്റി റിവേഴ്സ് ആവും. അതായത് മൈനസ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെ മൈനസ് 5 മൈനസ് എപ്സിലോൺ ബൈ മൈനസ് 5 will be greater than minus 5x by minus 5 is equal to x is greater than minus 5 plus epsilon divided by minus 5. ഓക്കെ, ഇനി ഞാൻ ഈ സൈഡിലുള്ളതിനെ ആദ്യം എഴുതും. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേ ഇന്നീക്വാളിറ്റി ചേഞ്ച് ആവും. അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതാണ് ഞാൻ ചെയ്തത്. Therefore, ഈ ആളെ ഞാൻ ആദ്യം ചെയ്യുമ്പോൾ മൈനസ് 5 ബൈ മൈനസ് 5 1 എപ്സിലോൺ ബൈ മൈനസ് 5 മൈനസ് എപ്സിലോൺ ബൈ 5 is less than x less than minus 5 by minus 5 1 minus epsilon by minus 5 plus epsilon by 5
ഇവിടെ നമുക്ക് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഡെൽറ്റ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇവർ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഡെൽറ്റ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ ടേക്ക് ഡെൽറ്റ ഈക്വൽ ടു എപ്സിലോൺ ബൈ 5. അത് 0-നേക്കാൾ വലുത് തന്നെയാണ്. So I am assuming the hypothesis or antecedent 1 minus delta less than x less than 1 plus delta. നമ്മൾ കോൺസിക്വന്റ് കൊണ്ടെത്തിക്കണം. ഡെൽറ്റയുടെ വാല്യൂ നമുക്കറിയാം. 1 minus epsilon by 5 less than x less than 1 plus epsilon by 5. രണ്ട് സൈഡ് ഇനി എനിക്ക് ഇവിടെ കൊണ്ടെത്തിക്കണം കേട്ടോ, ഇവിടെ കൊണ്ടെത്തിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്തതിന്റെ നേരെ തിരിച്ചുള്ള സ്റ്റെപ്പ് ചെയ്യത്തേ ഉള്ളൂ. മൊത്തത്തിലൊരു -5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. -5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × -5 -5 മൈനസ് എപ്സിലോൺ ബൈ 5 × -5 പ്ലസ് എപ്സിലോൺ. ഇൻഇക്വാളിറ്റി തിരിയും. മൈനസ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെ -5x. ഇൻഇക്വാളിറ്റി തിരിയും. -5 മൈനസ് എപ്സിലോൺ. -5 കഴിഞ്ഞു. ഇൻഇക്വാളിറ്റി തിരിഞ്ഞ സ്ഥിതിക്ക് ഞാനിത് ഇയാളെ ഇൻഇക്വാളിറ്റി തിരിച്ചൊന്ന് എഴുതുകയാണ്. -5 മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ -5x ഇസ് ലെസ് ദാൻ -5 പ്ലസ് എപ്സിലോൺ. രണ്ട് സൈഡ് 7 ആഡ് ചെയ്യും. 7 - 5 2. 7 - 5x 7 - 5x. 7 - 5 2. കഴിഞ്ഞു. നമുക്ക് വേണ്ട കാര്യത്തിലേക്ക് എത്തി. ഇത്രയേ ഉള്ളൂ. അപ്പോ ഒരു യൂണിവേഴ്സൽ കണ്ടീഷൻ ഫോളോഡ് ബൈ ആൻ എക്സിസ്റ്റൻഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്, യൂണിവേഴ്സൽ കണ്ടീഷൻ ഫോളോഡ് ബൈ ആൻ എക്സിസ്റ്റൻഷ്യൽ കണ്ടീഷൻ ആൻഡ് ഫോളോഡ് ബൈ സം റിസൾട്ട്സ് എന്ന് പറയുന്നത്, ഫോളോഡ് ബൈ ആൻ ഇംപ്ലിക്കേഷൻ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിമ്പിളായി ഇപ്പൊ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൂഫ് വളരെ വളരെ സിമ്പിൾ ആണ്. ഇനി ഇതുപോലുള്ള പ്രൂഫുകൾ ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണും. ഫൈനൽ സെമ്മിലൊക്കെ ഇഷ്ടം പോലെ കാണും. ഇതൊക്കെ റിയൽ അനാലിസിസിൽ കൂടുതലും വരുന്ന പ്രൂഫുകളാണ്. ഇപ്പോഴേ നമ്മൾ അതൊക്കെ പ്രൂവ് ചെയ്യാൻ പഠിച്ചിട്ട് പോകാം. Now, next statement. There exists a real number x such that for every real number y, we have xy equal to y. എന്താണ്? നമ്മുടെ കയ്യിൽ നമുക്കൊരു റിയൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് ഏതൊരു റിയൽ നമ്പർ y നിങ്ങൾ എടുത്താലും x × y ആയിരിക്കും. നിങ്ങൾക്കൊരു റിയൽ നമ്പർ x കണ്ടുപിടിക്കാൻ കഴിയും. സ്റ്റേറ്റ്മെന്റ് വായിക്കുക. നിങ്ങൾക്കൊരു റിയൽ നമ്പർ x കണ്ടുപിടിക്കാൻ കഴിയും. സച്ച് ദാറ്റ് ആ എക്സിനെ നിങ്ങൾ ഏത് റിയൽ നമ്പർ വൈയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും y തന്നെ തിരിച്ചു കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു എക്സ് ഉണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ദേവിക? You have to find a real number x such that അയാളെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y തന്നെ കിട്ടണം. ദേവികയുടെ മൈക്കിന് എന്തോ പ്രശ്നമുണ്ട്. കാര്യമായിട്ട് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. എനിക്കൊന്ന് കേൾക്കുന്നില്ല. പറയുന്നുണ്ടോ എന്തോ അതും അറിയത്തില്ല. ആര്യ, അങ്ങനത്തെ ഒരു എക്സ് ഉണ്ട്. അതേതാണ് എക്സ്? 1. ആ, കഴിഞ്ഞു. ഡൺ. പ്രൂഫ് ഡൺ. അപ്പൊ there exists an x. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്യുന്ന പോലെ നമ്മൾ അങ്ങനെ ഒരു എക്സിനെ കണ്ടുപിടിക്കണം. അത് നമ്മൾ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചില്ലേ. ലെറ്റ് x equal to 1.
എക്സിസ്റ്റൻഷ്യൽ ആണ്. എക്സിസ്റ്റൻഷ്യൽ നമ്മൾ അങ്ങനെ ഒരു എക്സിനെ കണ്ടുപിടിച്ച് കാണിച്ചാണ്. അതാ എക്സിനെ കണ്ടുപിടിച്ച്. ഇനി എന്താണ്? സച്ച് ദാറ്റ് ഫോർ എവരി റിയൽ നമ്പർ വൈ, ഏത് റിയൽ നമ്പർ വൈ എടുത്താലും, സോ ലെറ്റ് വൈ ബി ആൻ ആർബിട്രറി റിയൽ നമ്പർ. ബി ആൻ ആർബിട്രറി റിയൽ നമ്പർ. ഞാൻ പറഞ്ഞു യൂണിവേഴ്സൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആർബിട്രറി എടുത്തോളൂ. അതാ പറഞ്ഞ വൈ ഇസ് ബി ആൻ ആർബിട്രറി റിയൽ നമ്പർ. ഇനി നമുക്ക് ചെയ്യാം എക്സ് ഇൻറ്റു വൈ, ദാറ്റ് ഇസ് 1 ഇൻറ്റു വൈ. അതെ, അത് കുഞ്ഞിനും അറിയാം 1 ഇൻറ്റു വൈ എന്താണെന്ന്, വൈ ആണ്. ഹെൻസ് പ്രൂവ്ഡ്. ഹെൻസ് പ്രൂവ്ഡ്. ഇവിടെ പ്രൂവ് ചെയ്യാൻ വേറെ ഒരു പ്രശ്നവും ഇല്ല, കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായ? യെസ് സർ. ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ഇത് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇഫ് n is an integer, if n is an integer, if n is an integer, then n square plus n cube is an even number. ഇത് ഞാൻ പ്രൂവ് ചെയ്തിരുന്നു. If n is an integer, then n square plus n cube is an even integer, even number. പ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? ശരി ശരി. അപ്പൊ ഞാൻ ഇനി ഇതിലേക്ക് പോകുന്നില്ല. നിങ്ങളുടെ എക്സസൈസിൽ ഇതേപോലെയാണ് കിടക്കുന്നുണ്ട്. ഞാനത് പ്രൂവ് ചെയ്യുന്നില്ല. പ്രൂവ് ചെയ്തിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്, അതാണ് ഞാൻ പിന്നെ പ്രൂവ് ചെയ്യാത്തത്. നൗ അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഇഫ് n is odd, if n is odd, then n square is equal to 8k plus 1 for some integer k. Some integer k. Okay. If n is odd, then n square is equal to 8k plus 1 for some integer k. n odd ആണെങ്കിൽ അതിന്റെ സ്ക്വയർ 8k plus 1 എന്നായിരിക്കും. n odd ആണെങ്കിൽ അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 8k plus 1 എന്നായിരിക്കും. ഡൺ. അപ്പൊ നമ്മൾ ഇയാളെയാണ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഇപ്പോ ഞാനൊരു ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, എനിക്ക് കൃത്യം പ്രൂഫ് നോക്കണം, എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഡിഡക്റ്റീവ് റീസണിങ് നോക്കുകയാണ്. അതായത് ഡയറക്റ്റ് ആയി പ്രൂവ് ചെയ്യാൻ കഴിയുമെന്ന് നോക്കുകയാണ് കേട്ടോ. അതായത് n ഓഡ് ആണെങ്കിൽ ഇഫ് n is odd, എന്നിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് 2k plus 1 എന്നായിരിക്കും. 2k plus 1 എന്നായിരിക്കും. അതായത് ഒരു നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 കൂട്ടുമ്പോൾ, ഒരു ഇന്റിജറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ഓഡ് ഇന്റിജർ കിട്ടും. ഒരു ഇന്റിജറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 കൂട്ടുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും കിട്ടുന്നത് ഒരു ഓഡ് ഇന്റിജർ ആയിരിക്കും. കാര്യമില്ല. ശരി കേട്ടാണ്. ഇനി അടുത്ത് നമുക്ക് ഇയാളുടെ സ്ക്വയർ എടുത്ത് നോക്കാം. n square equal to 2k plus 1 the whole square. a plus b the whole square നിങ്ങൾക്ക് അറിയാം. 2k the whole square plus 2 into 2k into 1 plus 1 square 1 തന്നെയാണ്. ഇവിടെ 2k the whole square എന്ന് പറയുമ്പോൾ 4k square plus 2 into 2k is equal to 4k. 2 into 2k is equal to 4k plus 1. 4k plus 1. 4k square plus 4k plus 1. 8ന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് വേണ്ട കേട്ടോ. 8ന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് വേണ്ടത്. ഇതൊരു 8ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ പ്ലസ് 1 വന്നിട്ടുണ്ട്. ഈ ഒരു പുള്ളിക്കാരൻ 8ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ കാര്യം കഴിയും. അപ്പൊ ഇത് 8ന്റെ മൾട്ടിപ്പിൾ ആക്കാനാണ് നമ്മൾ നോക്കേണ്ടത്.
ഞാനിവിടെ 4k കോമൺ എടുത്തു കഴിഞ്ഞാൽ k+1 കിട്ടും. ഓക്കെ, ഡിഡക്റ്റീവ് റീസണിങ്ങിൽ കാര്യമായി ഒന്നും നടക്കുന്നില്ല കേട്ടോ. ഡിഡക്റ്റീവ് റീസണിങ്ങില് കാര്യമായ ഒന്നും നടക്കുന്നില്ല. അപ്പോ n² = 8k+1 എന്ത് ചെയ്യാം? ഡിഡക്റ്റീവ് റീസണിങ്ങിൽ കാര്യം നടക്കുന്നില്ല. ഇൻഡക്ഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് n ഓടാകുമ്പോ ഈവൻ ഇൻറ്റിജർ ഓഡ് ഇൻറ്റിജറും എല്ലാം വരാം. ഈവൻ ഇൻറ്റിജർ ഓഡ് ഇൻറ്റിജറും ഒക്കെ വരാം. k × k+1 2 k × k+1. ഓക്കെ. ഡിഡക്റ്റീവ് റീസണിങ് തന്നെ മുന്നോട്ട് പോവാം. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിരുന്നു ഞാൻ ചെയ്തത് ഈ സ്റ്റെപ്പ്? ഓക്കെ, ശരി, ഡൺ. അപ്പൊ നിങ്ങൾ നോക്കിക്കോണേ. n² അടുത്തതിൽ ഞാൻ എഴുതുകയാണ്. n² = 4k × k+1+1. 4k × k+1+1. നിങ്ങൾ നോക്കണം, നമ്മളിവിടെ k × k+1 ആണ് ചെയ്തിരിക്കുന്നത്. k × k+1 ആണ് ചെയ്തിരിക്കുന്നത്. അതായത് 1 × 2 അല്ലെങ്കിൽ 2 × 3 അല്ലെങ്കിൽ 3 × 4 അങ്ങനെ എന്തോ കാര്യമാണ് ഈ k × k+1. തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് ഇൻറ്റിജറുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾ തന്നെ പറ, തൊട്ടടുത്തിരിക്കുന്ന രണ്ട് ഇൻറ്റിജറിലെ ഏതെങ്കിലും ഒരാളെങ്കിലും ഈവൻ ആയിരിക്കൂലേ? രണ്ട് അടുത്തടുത്തിരിക്കുന്ന ഇൻറ്റിജർ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരാൾ ഈവൻ ആയിരിക്കൂലേ? നിങ്ങൾ തന്നെ പറ. ഇല്ലേ? അങ്ങനെയല്ലേ? നിങ്ങളോട് രണ്ട് അടുത്തടുത്തിരിക്കുന്ന ഇൻറ്റിജർ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിൽ ഒരെണ്ണം ഈവൻ ആയിരിക്കൂലേ? ആയിരിക്കും. അപ്പോ k or k+1 is even. k or k+1 is even. കാരണം അടുത്തടുത്തിരിക്കുന്ന രണ്ട് ഇൻറ്റിജറിൽ ഏതെങ്കിലും ഒരാളെങ്കിലും ഈവൻ ആയിരിക്കും. അപ്പൊ k or k+1 is even എന്ന് പറയുമ്പോ ഒരാളെങ്കിലും ഈവൻ ആയി കഴിഞ്ഞാൽ ഈവൻ നമ്പർ കൊണ്ട് ആരെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും കിട്ടുന്ന ഈവൻ നമ്പർ. Therefore, k × k+1 is even. k × k+1 is even. നമ്മൾ ഏത് നമ്പറിനെയും ഈവൻ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഈവൻ നമ്പറാണ്. ഈവൻ നമ്പറിനെ ഈവൻ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈവൻ ആണ്. ഈവൻ നമ്പറിനെ ഓഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈവൻ ആണ്. അപ്പൊ k × k+1 ഈവൻ ആണ്. അപ്പൊ ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ k × k+1 എനിക്ക് 2 × m എന്ന് എഴുതാൻ പറ്റും. ഈവൻ നമ്പർ ആണെങ്കിൽ അത് 2 ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ k × k+1 നിങ്ങൾ എടുത്തു. k × k+1 ആണെങ്കിൽ രണ്ട് കൺസിക്യൂട്ടീവ് ഇൻറ്റിജറുകളാണ്. കൺസിക്യൂട്ടീവ് ഇൻറ്റിജറിൽ ഒരെണ്ണം ഉറപ്പായിട്ട് ഈവൻ ആയി. അത് ആര് തന്നെ ആയിക്കോട്ടെ, നമ്മൾ അത് മൈൻഡ് ചെയ്യണ്ട. പക്ഷെ ഒരു ഈവൻ നമ്പറിനെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഈവൻ നമ്പർ തന്നെയായിരിക്കും. അതുകൊണ്ട് k × k+1 ഈവൻ ആണ്. അപ്പോ k × k+1 ഈവൻ ആണെങ്കിൽ അയാളെ 2 ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അയാൾ 2 × m എന്ന് എഴുതി എന്ന് വിചാരിക്കുക. m be any integer. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്രഷനില് k × k+1 2 × m എന്ന് എനിക്ക് എഴുതാൻ കഴിയും. 2 × m എന്ന് എഴുതാൻ കഴിയും. 4 × 2 എന്ന് പറയുന്ന 8 ആണ്. ഈ 8m + 1 m be any integer. കഴിഞ്ഞു. പ്രൂഫ് കഴിഞ്ഞു. എനിക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമായി. n ഓഡ് ആണെങ്കിൽ n² = 8 × some integer +1 എന്ന് എഴുതാൻ പറ്റണം. ഞാൻ അത് തന്നെയാണ് എഴുതിയത്. n² = 8 × m. അവിടെ k ആണ് വന്നത്, കുഴപ്പമില്ല. 8 × m + 1 m be any integer. അപ്പൊ എന്താണ് ചെയ്തതെന്ന് ഒന്നും കൂടെ നോക്കുക. n 2k+1 എന്ന് എഴുതി. ഡിഡക്റ്റീവ് റീസണിങ്ങില് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രൂഫിന്റെ അകത്ത് കൊണ്ടുവരേണ്ടി വരും. നിങ്ങൾക്ക് ഒരു ഓഡ് നമ്പറിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് അറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊണ്ടുവന്നത്. n = 2k+1. രണ്ട് സൈഡും സ്ക്വയർ എടുത്തു. കാരണം n² പറ്റിയിട്ടാണ് നമ്മൾ ഡീലിങ്. a+b² ഫോർമാറ്റിൽ എക്സ്പാൻഡ് ചെയ്തു. അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്തു. ഡിഡക്റ്റീവ് റീസണിങ്ങില് പല ആൾജിബ്രായിക് ഡിഡക്ഷൻസും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ അവിടെ ചെയ്തത്. നൗ ഡിഡക്റ്റീവ് റീസണിങ്ങിന്റെ അടുത്ത ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ്. അതായത് പല അഡ്ജസ്റ്റ്മെന്റുകൾ, നമ്മളുടെ അറിയാവുന്ന അഡ്ജസ്റ്റ്മെന്റുകളാണ് നമ്മൾ ഉപയോഗിച്ചത്.
അതിലെന്താണെന്നുള്ളത് നോക്കിക്കൊള്ളുക. കെ ഇൻറ്റു കെ പ്ലസ് 1 അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് ഇന്റിജർ ആണ്. അടുത്തടുത്തുള്ള രണ്ട് ഇന്റിജർ. അടുത്തടുത്തുള്ള ഇന്റിജർ എടുക്കുകയാണെങ്കിൽ അതുപോലെ ഒരെണ്ണം ഈവനായി. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ ഈവൻ നമ്പറിനെ ഏത് ഇന്റിജറുമായിട്ട് മൾട്ടിപ്പിൾ ചെയ്താലും ആ മൾട്ടിപ്പിൾ ഈവൻ ആയിരിക്കും. അപ്പൊ കെ ഇൻറ്റു കെ പ്ലസ് 1 ഈവൻ ആണ്. അപ്പൊ കെ ഇൻറ്റു കെ പ്ലസ് 1 ഈവൻ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ചെയ്താൽ പറ്റും, 2 × 1. അപ്പൊ ഞാൻ അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അങ്ങനെ n² = 8m + 1. ഹെൻസ് പ്രൂഫ് കഴിഞ്ഞു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സാർ. ഓക്കെ, ഡൺ. അപ്പോ നമ്മള് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള് കഴിഞ്ഞിരിക്കുകയാണ്.